കളർ പെൻസിൽസിൽ നമുക്കിന്ന് ഹിന്ദി ക്ലാസ് ആണ്. ഹിന്ദിയുടെ ഇക്ക് മാത്രയാണ് നമ്മൾ പഠിക്കുന്നത്. ഇയുടെ ചിഹ്നം ലോങ് ഇ, ദീർഘ ഇ, ഇക്ക് മാത്ര. ആദ്യം ഒരു ലെറ്റർ നമ്മൾ എഴുതി എങ്ങനെയാണ് ഇയുടെ മാത്ര എഴുതുന്നതെന്ന് നോക്കാം. മാത്ര എന്നാൽ ചിഹ്നം ക എഴുതി. ഇനി അതിൻ്റെ ഇക്ക് മാത്ര എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. ലെറ്റർ എഴുതിയതിന് ശേഷമാണ് ലോങ് ഇയുടെ ചിഹ്നം എഴുതുന്നത്. കീ, ഇതിനെ എങ്ങനെയാ വായിക്കുന്നത്? കീ. ഇക്ക് മാത്ര എങ്ങനെ എഴുതുന്നത് നോക്കാം. ഈ ബ്രാക്കറ്റിൽ ഞാൻ എഴുതുന്നതാണ് ഇയുടെ ചിഹ്നം. ലോങ് ഇ, ദീർഘ ഇ, ഇയുടെ ചിഹ്നമാണ് ഇത്. ഇക്ക് മാത്ര. ഇനി ഇതിൻ്റെ മലയാളം നമുക്ക് എഴുതാം. കീ ഹിന്ദിയിൽ എഴുതിയല്ലോ, ഇനി നമ്മൾ മലയാളത്തിൽ കീ എന്ന് വേണം വായിക്കാൻ. കി അല്ല, കീ. ലോങ് ഇ, ക. അടുത്തത് ഖ എഴുതി ദീർഘ ഇയുടെ ചിഹ്നം ഇടുമ്പോൾ ഇതിനെ ഖീ എന്ന് വായിക്കണം. ഖീ. മലയാളം എഴുതാം ഖീ. അടുത്തത് ഗ എഴുതി. ഇനി ഇതിനോട് ചേർത്ത് നമുക്ക് ഇയുടെ മാത്ര ചേർക്കാം. ഇയുടെ ചിഹ്നം ചേർക്കാം. ലോങ് ഇയുടെ ചിഹ്നം ചേർക്കാം. ഗീ. മലയാളം എഴുതാം ഗീ. ഖ ഗ ഇത്ര എഴുതി നമ്മൾ. അടുത്തത് ഘ. ഇതിന് ഈ മാത്രം എഴുതാം. ഘീ. മലയാളം ഘീ. ങ ആണിത്. ഇതിനോട് ചേർത്ത് മാത്രകളൊന്നും വരുന്നില്ല. കീ, ഖീ, ഗീ, ഘീ. അടുത്തത് നമുക്ക് ച വർഗ്ഗാണ്. ക വർഗ്ഗ കഴിഞ്ഞു. അടുത്തത് ച വർഗ്ഗ. ചായോട് ചേർത്ത് ഈ മാത്ര നമുക്ക് എഴുതാം. അക്ഷരം എഴുതിയതിന് ശേഷമാണ് മാത്ര എഴുതുന്നത്. ചീ. മലയാളം എഴുതാം ചീ. അടുത്തത് ഛ. അതിനോട് ചേർത്ത് നമുക്ക് ഈ മാത്ര ചേർക്കാം. ഇവിടെ എല്ലാ ലെറ്റേഴ്സും ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. ചിലർക്ക് ചില സംശയം വരും ഈ ഓരോ ലെറ്റേഴ്സിനോടും ചേർത്ത് എങ്ങനെയാണ് ഈ മാത്ര എഴുതുക എന്ന്. അതുകൊണ്ട് എല്ലാ ലെറ്റേഴ്സും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ചീ. അടുത്തത് ജയോട് ചേർത്ത് ഈ മാത്ര ചേർക്കാം. ജി. മലയാളം ജി എഴുതാം. ജി. അടുത്തത് ജയോട് ചേർത്ത് ഈ മാത്ര എഴുതാം. ജി. മലയാളം ജി. അടുത്തത് ഞ. ഇതിന് ചിഹ്നങ്ങളൊന്നും വരുന്നില്ല. ട വർഗ്ഗ. ടീ. ഠ. ഠീ. മലയാളം ഠീ. ഡ. ഡി. മലയാളം എഴുതാം ഡി. അടുത്തത് ഢി. അടുത്തത് ണ. നീ. അടുത്തത് ത വർഗ്ഗ. തീ. ഥീ. ഇതിന് ശിരോരേഖ മുട്ടിച്ചെഴുതത്തില്ല.
പകുതി ഭാഗം മാത്രമേ എഴുതുകയുള്ളൂ. ധി ഹിന്ദിയിൽ. ദ ദീ 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 ധ ധ ധീ ധീക്ക് ധ എന്ന അക്ഷരത്തിനും ശിരോരേഖ പകുതി മാത്രമേ എഴുതുകയുള്ളൂ. മലയാളം എഴുതാം ധീ. ന നീ നീ മലയാളം നീ. അടുത്തത് പ വർഗ് പ വർഗ് പി പി മലയാളം പി. മലയാളം പ then ചിഹ്നം പി. ഫ ഫ ഫീ ഫീ മലയാളം എഴുതാം ഫീ. ബ ബ ബി ബി മലയാളം ബി ബി ബി. ഭ ഭ ഭീ ഭീ ഇതിൻ്റെയും ശിരോരേഖ മുട്ടിച്ചെഴുതത്തില്ല, പൂർണ്ണമായും വരയ്ക്കത്തില്ല. മ മ മീ 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 യ യ ഈ ഈ മലയാളം എഴുതാം യ ഈ ഈ. രീ രീ രീ. ല ല ലീ 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 ലീ. വ വ വി വി മലയാളം വി. ശ ശ ശീ ശീ ശീ. ഷ ഷ ഷ ഷീ 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 ഷീ. സ സ സി. ഷായും സായും വ്യത്യാസമുണ്ട്. ഷ ഇത് സ സി. ഹ ഹ ഹി ഹി ഹി. ക്ഷ ക്ഷ ക്ഷി. ക്ഷായിക്കും പൂർണ്ണമായിട്ട് വരയ്ക്കത്തില്ല, ശിരോരേഖ കൂട്ടിമുട്ടിച്ചെഴുതത്തില്ല. ക്ഷ ക്ഷി ക്ഷീ. ത്ര ത്ര ത്രീ ത്രീ ത്രീ. ജ്ഞ ങി ങി ജ്ഞ ജ്ഞ ജ്ഞി ജ്ഞി. നമുക്ക് വായിച്ചു നോക്കാം. കി ഖി ഗി ഘി ചി ഛി ജി ഛി ടി ഠി ഡി ഢി നി തി ഥി ദി ധി നി പി ഫി ബി ഭി മി ഈ രി ലി വി ശി
ഷി, സി, ഹി, ക്ഷി, ത്രി, ഞി. നമുക്കിനി രണ്ട് ലെറ്റർ വരുന്ന വേർഡ്സ് നോക്കാം. ന, ഈ മാത്ര, നീ, മ, നീം. നീം അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ്ങും നീം തന്നെയാണ്. നമ്മുടെ മലയാളത്തിൽ അതിന് വേപ്പ് എന്നാണ് പറയുന്നത്, നീം. അടുത്തത് ഞാൻ ഈ മാത്ര കൂട്ടി വായിക്കത്തില്ല. ദീ, ദീ. ഒരക്ഷരം എഴുതിയിട്ട് ഈ മാത്ര ഇടുമ്പോൾ അതിനോട് ദീ എന്നങ്ങ് വായിച്ചാൽ മതി. ദീ, ദീ. ദീദി മീൻസ് സിസ്റ്റർ. ദിയ, ദിയ, ദിയ. ലാമ്പ്, ലാമ്പ്. കാ, കീ, കാക്കി, കാക്കി. കാക്കി, ഓന്റ്, ഓന്റ്. ഈ മാത്ര ഇതിൽ തീരുകയാണ് ഇവിടെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.